മേലത്തെ സ്ലാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് ഒഴിച്ചു. അതിൽ പുറത്താണ് സിമൻറ്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമൻറ്റ് കെട്ടായിരുന്നു, ചുടുകലായിരുന്നു. ഇതിൻ്റെ അകത്ത് മൊത്തം ഭസ്മവുമായിരുന്നു. എവിടം വരെ ഉണ്ടായിരുന്നു ഭസ്മം? കഴുത്ത് വരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത് കൊണ്ടായിരിക്കും ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. മുഖം തിരിച്ചറിയാം, പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല, ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് അറിയാം. കർപ്പൂരത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. ഉണ്ടാണ്. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. നമുക്ക് ഫോണെല്ലാം അവര് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നല്ലേ? ഇരിക്കുന്ന അവസ്ഥ. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻവെസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം. പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻവെസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി. ഇല്ലല്ല, പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇത് തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം, അത്രേ ഉള്ളൂ. അരക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രസന്നകുമാർ. സാക്ഷിയായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ കൗൺസിലറാണ്, നെയ്യാറ്റിൻകര കൗൺസിലർ, മുനിസിപ്പാലിറ്റി. കയറ്റിയാണ് സാർ നമ്മൾ അകത്ത് ഫ്രണ്ടിലേക്ക്